കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആകാംക്ഷ തുടരുകയാണ്. പ്രത്യേകിച്ച് വടകരയിലും തൃശ്ശൂരിലും. വടകരയിലേക്ക് ഷാഫി പറമ്പിൽ എത്തുകയും തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുകയും ചെയ്യുമെന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന സൂചന. അത് അന്തിമമാണ് ആ തീരുമാനം എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനമാണ് കാത്തിരിക്കുന്നത്. സലീം മാലിക്, അങ്ങനെ ഉറപ്പിക്കാവുന്ന ആ പട്ടിക എപ്പോഴാണ് പുറത്തു വരുന്നത്? ഗൂഗിൾ 7:10 ഈ കെ സി വേണുഗോപാലിന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്താകുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ 24 പുറത്തുവിടുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ്. 36 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് നിലവിൽ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് മത്സരിക്കുന്ന 15 സീറ്റുകളും നിലവിൽ ഇന്ന് തന്നെ അനൗൺസ് ചെയ്യുമെന്ന് ഇതോടുകൂടി ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ 24 പുറത്തുവിടുന്നത് 36 മണ്ഡലങ്ങളിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ചിത്രമാണ്. അതിൽ കേരളത്തിൽ നിന്നുള്ള മണ്ഡലങ്ങളുമുണ്ട്. ഛത്തീസ്ഗഡ്, കർണാടക, കേരളം ഉൾപ്പെടെ കോൺഗ്രസിന്റെ ആദ്യഘട്ടത്തിൽ പുറത്തുവിടുന്ന സ്ഥാനാർത്ഥി പട്ടികയുടെ ചിത്രങ്ങളാണ്. ഇതിൽ കേരളത്തിലെ മണ്ഡലങ്ങളിൽ കണ്ണൂരിൽ കെ സുധാകരനും ഒപ്പം വടകരയിൽ ഷാഫി പറമ്പിലും മത്സരിക്കും. തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ എത്തും. അത് ഉറപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം, ഔദ്യോഗികമായി ലിസ്റ്റ് ഉടൻ തന്നെ 7 മണിയോടുകൂടി തന്നെ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സലീം മാലിക് തുടരുന്നുണ്ട്. സലീം, അങ്ങനെ ആ ലിസ്റ്റ് തന്നെയാണ് നമ്മൾ പുറത്തുവിടുന്നത് അല്ലേ? ഗൂഗിൾ, നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. അതിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ 36 അംഗ പട്ടികയിലെ ലിസ്റ്റാണ് പുറത്തുവിടുന്നത്. ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്ന് 7:10 നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ ഈ പുറത്തുവിടുന്ന പട്ടികയിലെ 36 സീറ്റുകളും ഉറപ്പായും ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതിൽ കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16-ൽ 15 സീറ്റുകളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ട്. അതിൽ കെ സി വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രസിഡന്റിന്റെ അനുമതിക്കായി അയച്ചിരിക്കുന്നതിന്റെ ആ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാനെത്തും. തൃശ്ശൂരിൽ കെ മുരളീധരൻ, സാക്ഷാൽ ലീഡറുടെ മകൻ കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിൽ മാത്രമാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത്. അപ്പോഴും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അക്കാര്യം ഇന്ന് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നത് കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ആലപ്പുഴയിൽ സംവരണ മണ്ഡലമാണ്. ആലപ്പുഴയിൽ രമ്യ ഹരിദാസ് നിലവിലെ MP തന്നെ മത്സരിക്കും. തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, ആലപ്പുഴ ഒഴിച്ചിട്ടിരിക്കുന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, ആ നിലയിൽ തൃശ്ശൂരിൽ കെ മുരളീധരൻ, വടകരയിൽ ഷാഫി പറമ്പിൽ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കോഴിക്കോട് MK രാഘവൻ എന്നിങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുകയും ചെയ്യും. നിലവിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയോടുകൂടി തന്നെ നാളെയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികൾ കളം നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുകയാണ്. വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക്, ഈ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കോൺഗ്രസ് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഷാഫി പറമ്പിലേതുൾപ്പെടെയുള്ള വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു അനിശ്ചിതത്വം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഉച്ചവരെയും ആ വടകര മണ്ഡലത്തിൽ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വടകരയിൽ നിന്നും ബൂത്ത് കമ്മിറ്റികൾക്ക് ഫ്ലക്സ് ബോർഡുകളും ഒപ്പം പോസ്റ്ററുകളും ഡിസൈൻ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വടകരയിലും തൃശ്ശൂരിലും ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലും കെ സി വേണുഗോപാലിനായി ചുവരെഴുത്തുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഇനിയും ഉറപ്പാക്കേണ്ടത്. എന്തായാലും ആലപ്പുഴയിലെ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് AICC നേതൃത്വത്തിന്റെ അംഗീകാരം ഇനിയും ആവശ്യമുണ്ട് എന്നതാണോ? നിലവിൽ ഗോകുൽ ആലപ്പുഴയിലെ സീറ്റിൽ അത് എന്ത് അനിശ്ചിതത്വമാണ് അവിടെ എന്ന് മനസ്സിലാകുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും മത്സരത്തിനുള്ള അനുമതി ഹൈക്കമാൻഡ് നൽകിയതാണ്. പക്ഷേ ആലപ്പുഴയിൽ കൂടുതൽ കൂടിയാലോചനകൾ, അത് പ്രധാനമായും വേണ്ടത് ഈ സംഘടനയെ ആര് കൊണ്ടുപോകുമെന്നൊരു ചോദ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒരുമിച്ച് മത്സരത്തിനിറങ്ങിയാൽ സംഘടനയെ ആര് മുന്നോട്ട് നയിക്കുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് പക്ഷേ സംഘടനയെ AICC ജനറൽ സെക്രട്ടറി എന്ന സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ കെ സി വേണുഗോപാലിന് മത്സരിക്കാനും അനുമതി കൊടുത്തതാണ്. പക്ഷേ അത് രണ്ടാം ഘട്ടത്തിൽ, അടുത്ത ഘട്ടത്തിൽ ഒരു സർപ്രൈസ് എന്ന നിലയിൽ അനൗൺസ് ചെയ്യാനാകാം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇതുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിൽ തന്നെ അത് പ്രവർത്തകരെ വലിയ ആവേശത്തിലാക്കിയിട്ടുണ്ട്. വടകരയിലെ ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പക്ഷേ പ്രവർത്തകർക്ക് രണ്ടു മനസ്സാണ്. ചിലർ വടകരയിൽ ഷാഫി പറമ്പിൽ വരേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്, പാലക്കാട് തന്നെ മതിയായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അതേസമയം തൃശ്ശൂരിലെ ഈ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇന്നലത്തെ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം, അതുണ്ടാക്കിയ വാർത്ത, അതുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് പൂർണ്ണമായും പൊളിച്ചു കളയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കോൺഗ്രസ്
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടുകൂടി തന്നെ പ്രവർത്തകർ ഔദ്യോഗികമായി വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്യും. നിലവിൽ തന്നെ സിറ്റിംഗ് എംപിമാരോട് വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതാണ്. കണ്ണൂരിൽ കെ സുധാകരനും ഒപ്പം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഒഴികെയുള്ള മുഴുവൻ സിറ്റിംഗ് എംപിമാരോടും പ്രചരണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂരിൽ TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ പ്രചരണ രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഒരു ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റ് എന്ന നിലയിൽ അവിടെ നിന്നും തൃശ്ശൂരിൽ നിന്നും TN പ്രതാപന് പകരം അവിടേക്ക് K മുരളീധരൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ K മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നതോടുകൂടി TN പ്രതാപനെ അടുത്ത തവണ നിയമസഭയിൽ വിജയസാധ്യത ഉറപ്പുള്ള ഒരു സീറ്റിൽ പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല അടുത്ത തവണ TN പ്രതാപനെ തൃശ്ശൂർ സീറ്റിലാകും പരിഗണിക്കുക, നിയമസഭാ മണ്ഡലത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിലാകും പരിഗണിക്കുക എന്നൊരു വാർത്തയും വരുന്നുണ്ട്. തൃശ്ശൂരിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് TN പ്രതാപൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകണമെന്നും നേതൃത്വം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ട് അത് അക്ഷരം പ്രതി അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ ചുവരെഴുത്തുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ TN പ്രതാപൻ നേതൃത്വം നൽകുന്നതും നമ്മൾ കണ്ടതാണ്. ഈ 36 അംഗ പട്ടിക മാത്രമാണ്, അതല്ല അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ളതും ഇനിയൊന്ന് കാത്തിരിക്കേണ്ടതാണ്. കാരണം 58 ഇടങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ 36 അംഗങ്ങളുടെ ഒരു പട്ടിക, അതാണ് ഇപ്പോൾ അംഗീകാരത്തിനായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 36 അതിൽ ഛത്തീസ്ഗഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുണ്ട്, കർണാടകയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുണ്ട്, കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും ഒപ്പം മേഘാലയ, നാഗാലാൻഡ്, സിക്കിം, തെലങ്കാന, ത്രിപുര എന്നിവിടങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെയാകും അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപിക്കുക. ഗോകുൽ. ശരി സലീം മാലിക്, ഏതായാലും സിറ്റിംഗ് എംപിമാർ അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ പ്രചാരണം തുടങ്ങിയിടത്തു നിന്നാണ് കോൺഗ്രസിൽ സർപ്രൈസുകൾ, അവസാന ഘട്ടത്തിൽ ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തോടുകൂടി K മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നു. അങ്ങനെ തൃശ്ശൂരിലെ പോരാട്ടം അതിന് മറ്റൊരു മാനം കൂടി വരുന്നുണ്ട്. BJP കോൺഗ്രസ് പോരിനപ്പുറത്തേക്ക് K മുരളീധരൻ പത്മജ പോരു കൂടിയായി മാറുന്നുണ്ട്. അഭിമാന പോരാട്ടമായി മാറുകയാണ് കോൺഗ്രസിന്റെ തൃശ്ശൂരിൽ. അതുകൊണ്ട് തന്നെ അരയും തലമുറയ്ക്ക് സർവ്വ ആയുധങ്ങളും ഇറക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവുകയാണ്. അത്തരത്തിൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് കൂടി പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. കേരളത്തിന്റെ പട്ടിക തയ്യാറെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. K മുരളീധരനെ അപ്രതീക്ഷിതമായി വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയാണ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കിയത്. നിതിൻ അബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഏറ്റവും ഒടുവിൽ ആ പട്ടിക നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരുന്നു. 36 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക. അത് AICC പ്രസിഡന്റ് കൈമാറിയ പട്ടികയാണ്. പ്രഖ്യാപനത്തിന് മുൻപ് അവസാനഘട്ട പ്രതികരണങ്ങളിൽ നേതാക്കൾ എന്താണ് പറയുന്നത്? ഗോകുൽ, എന്തായാലും തിരക്കിട്ട ചർച്ചകൾക്ക് ശേഷം അല്പസമയത്തിനകം 7:10 തന്നെ KC വേണുഗോപാൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി സ്ഥാനാർത്ഥികൾ ആരൊക്കെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം നടത്തും. ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഇന്ന് തിരക്കിട്ട ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. കാരണം തൃശ്ശൂരിൽ മുരളീധരനും അതോടൊപ്പം തന്നെ കണ്ണൂരിൽ K സുധാകരൻ കൂടാതെ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി, അതോടൊപ്പം വടകരയിൽ ഷാഫി പറമ്പിൽ, ഇത്തരം ചില സർപ്രൈസുകൾ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് വൈകിട്ട് ഇപ്പോൾ 7:10 തന്നെ KC വേണുഗോപാൽ പ്രഖ്യാപിക്കും. എന്തായാലും 16 മണ്ഡലങ്ങൾക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ആലപ്പുഴ ഒഴിച്ചിട്ടുകൊണ്ട് ഒരു പ്രഖ്യാപനത്തിലേക്കായിരുന്നു ആദ്യം കടക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് ആലപ്പുഴയുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. KC വേണുഗോപാൽ തന്നെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. 58 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനും ഇപ്പോൾ തീരുമാനിച്ചു. എന്തായാലും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുള്ള അന്തിമ തീരുമാനം അത് ഏതാണ്ട് 6 തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായുള്ള കൂടിക്കാഴ്ച ശേഷം രാഹുൽ ഗാന്ധിയുടെ AICC ആസ്ഥാനത്തെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ 7:10 മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ആ പ്രഖ്യാപനം ഇപ്പോൾ നടത്താൻ പോകുന്നത്. നമുക്കറിയാം, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പ്രവേശിച്ച ഘട്ടത്തിലാണ് പിന്നീട് വടകരയിൽ നിന്ന് K മുരളീധരൻ തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിത്വം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ രാത്രിയും ചർച്ചകൾ തുടർന്നു. അതിനുശേഷം ഷാഫി പറമ്പിലെ അടക്കം ചില അതിർത്തികൾ, അതോടൊപ്പം തന്നെ K മുരളീധരന്റെ അതിർത്തി, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ എല്ലാ അതിർത്തിയും പരിഹരിച്ചുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായി മത്സരത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. പലയിടങ്ങളിലും പോസ്റ്ററുകളും തയ്യാറായിട്ടുണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാലിനും തൃശ്ശൂരിൽ K മുരളീധരനും പോസ്റ്ററുകൾ തയ്യാറായി. അങ്ങനെ എല്ലാം സജ്ജമായി. ഇപ്പോൾ 7:10 കേരളത്തിന്റെ പട്ടിക ഇപ്പോൾ കേരളം കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളടക്കം പട്ടിക ഇപ്പോൾ KC വേണുഗോപാൽ പ്രഖ്യാപിക്കും. ശരി, നിതിൻ അബുജനാണ് വിവരങ്ങൾ നൽകിയത്. 7:10 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി KC വേണുഗോപാൽ പ്രഖ്യാപിക്കും. AICC ആസ്ഥാനത്ത് ഡൽഹിയിലായിരിക്കും പ്രഖ്യാപനം. ഏതായാലും ഇത്തവണത്തെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ താരമായത് പത്മജ വേണുഗോപാൽ തന്നെയാണ്. മുമ്പ് മാറ്റങ്ങളൊന്നുമില്ല. പ്രചാരണം തുടങ്ങിയിടത്ത് നിന്നാണ് അവസാനത്തെ സർപ്രൈസ് എന്ന് നേതാക്കൾ വിശേഷിപ്പിക്കുന്നെങ്കിലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കൊണ്ടെത്തിച്ചത് പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം തന്നെയാണ്. BJPയിൽ ചേർന്നതിന് പിന്നാലെ അതിവേഗ നീക്കത്തിലൂടെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി K മുരളീധരനെ കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചത്.
വടകരയിൽ നിന്ന് മാറാൻ ആദ്യം എതിർപ്പറിയിച്ച മുരളീധരൻ പിന്നീട് നേതൃത്വത്തിന് വഴങ്ങി. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷവും TN പ്രതാപന് വേണ്ടി ചുവരെഴുതിയ പ്രവർത്തകർ ആദ്യത്തെ ഞെട്ടലിനു ശേഷം പുതിയ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങി. പ്രചാരണത്തിലേറെ മുന്നോട്ട് പോയിരുന്നെങ്കിലും കോൺഗ്രസിന്റെ തീരുമാനമാണ് തന്റെ തീരുമാനമെന്ന് പറഞ്ഞ് TN പ്രതാപൻ തന്നെ K മുരളീധരന് വേണ്ടി ചുവരെഴുതി. പാർട്ടി വിട്ട പത്മജിക്കുള്ള മറുപടിയാണോ തൃശൂരിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. K മുരളീധരന്റെ വരവ് തൃശൂരിലെ മത്സരത്തെ എങ്ങനെയൊക്കെ മാറ്റുമെന്ന കണക്കൂട്ടലിലാണ് LDF-ഉം BJP-യും. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ മുമ്പ് തന്നെ നരേന്ദ്രമോദി ആദ്യം ഇറങ്ങുന്നു തൃശൂരിൽ. അതിന് പിന്നാലെ മല്ലികാർജ്ജുൻ ഖർഗെ എത്തുന്നു. ഒപ്പം CPI ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥി ഇറക്കുന്നു. കേരളത്തിലെ താരമണ്ഡലം ശ്രദ്ധേയമായ മണ്ഡലമായി തൃശൂർ മാറുമെന്നത് ഉറപ്പായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ അപ്രതീക്ഷിതമായ പത്മജയുടെ ചൂടുമാറ്റത്തിലൂടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് തൃശൂർ. ഇപ്പോൾ കോൺഗ്രസിന്റെ ആലോചനകളൊപ്പം മറുവശത്ത് LDF-ലും BJP-യിലും ഉണ്ടാകുന്ന ചർച്ചകൾ എങ്ങനെയാണ് K മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ? ഗോകുൽ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഏറെ ചർച്ചയായ മണ്ഡലമാണ് തൃശൂർ. പക്ഷേ ഇപ്പോൾ ഈ പത്മജയുടെ BJP പ്രവേശനവും അതിനുശേഷമുള്ള ഇപ്പോൾ ഈ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എല്ലാം തന്നെ തൃശൂരിനെ വീണ്ടും ഇളക്കി മറിക്കുന്ന ഒരു രാഷ്ട്രീയ ചൂടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും K മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി എത്തിയില്ലെങ്കിൽ പോലും ജില്ലാ നേതൃത്വം അതിന് സർവ്വസജ്ജമായി അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവകാശിയിൽ ഇതിനു വേണ്ട പോസ്റ്റർ അച്ചടിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി. തൃശൂരിൽ 5 ഇടങ്ങളിൽ K മുരളീധരന് വേണ്ടിയുള്ള ഫ്ലെക്സ് ബോർഡുകളുടെ പ്രിന്റിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസമായി നടന്ന ആശങ്ക, ചില നാടകീയ നീക്കങ്ങൾ എല്ലാം തന്നെ തൃശൂരിൽ കണ്ടു. അതായത് നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ TN പ്രതാപനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വം പ്രചരണം തുടങ്ങി. പക്ഷേ ആ ചുവരുകൾ, അതായത് ആ ചുവരെഴുത്തുകളും പ്രചരണങ്ങളും എല്ലാം മായ്ച്ചുകൊണ്ട് TN പ്രതാപൻ തന്നെ K മുരളീധരന് വേണ്ടി ചുവരെഴുതുന്ന കാഴ്ചയാണ് ഇന്നത്തെ വാർത്താ പകലിൽ നമ്മൾ കണ്ടത്. TN പ്രതാപൻ തന്നെ K മുരളീധരനെ മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അത് കൃത്യമായി ദേശീയ നേതൃത്വം TN പ്രതാപനുമായി സംസാരിച്ച ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. പകരം നിയമസഭാ മണ്ഡലത്തിലേക്ക് മാറുക, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K മുരളീധരനെ മത്സരിപ്പിച്ചുകൊണ്ട് പത്മജയ്ക്ക് തൃശൂരിൽ തന്നെ മറുപടി നൽകുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടത്. ആ നീക്കത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് K മുരളീധരനെ ഈ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രൂക്ഷ വിമർശനവുമായി പത്മജ വേണുഗോപാൽ തന്നെ രംഗത്തെത്തുന്നതും ഈ വാർത്താ പകലിൽ നമ്മൾ കണ്ടു. അതായത് K മുരളീധരനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. അതായത് ഈ K മുരളീധരൻ എന്നത് അനുജനായിരുന്നുവെങ്കിൽ ഈ വർക്ക് അറ്റ് ഹോം എന്ന പരാമർശത്തിൽ അദ്ദേഹത്തിന് അടി കൊടുത്തേനെ എന്ന രൂക്ഷ വിമർശനം പോലും പത്മജയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ഈ വിമർശനത്തിലും പത്മജ മറുപടി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പത്മജ ഈ വാർത്താ പകലിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ ഇന്ന് കണ്ടു. 2 അക്കം തികയ്ക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം അത് കോൺഗ്രസിൽ നിന്ന് MP-മാരെ അടർത്തി മാറ്റുന്നതിന്റെ തെളിവാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വിവാദ പരാമർശങ്ങൾക്കുമേലുള്ള വിമർശനങ്ങളും എല്ലാം ആയിക്കൊണ്ട് ഇന്നത്തെ വാർത്താ പകൽ തൃശൂർ ആകെ ഇളകി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗൂഗിൾ, ശരി സൂര്യ, ഏതായാലും തൃശ്ശൂരിലെ ചുവരുകൾ മറിയുമ്പോൾ എല്ലാ മുന്നണികളിലും BJP-യിലും ഒപ്പം LDF-ലും എല്ലാം തന്നെ കണക്കൂട്ടലുകൾ മാറുകയാണ്. പ്രചരണ തന്ത്രം ഉൾപ്പെടെ മാറുമെന്നതിൽ സംശയമില്ല. അങ്ങനെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയ മത്സരം, ശ്രദ്ധേയ മണ്ഡലമായി തൃശൂർ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ. സൂരജ് സജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫ്ലവേഴ്സും 24-ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് ഇനി മണിക്കൂറുകൾ മാത്രം. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വ്യവസായ മന്ത്രി P രാജീവ് രാത്രി 9-ന് പിങ്ക് മിഡ് നൈറ്റ് റൺ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫ്ലവേഴ്സ് MD-യും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാം സുന്ദർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാകും ഫ്ലാഗ് ഓഫ്. ആൻമരിയ സണ്ണി, കീർത്തന കേശവൻ, വീണ സനു എന്നിവർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആദ്യം ആൻമരിയിലേക്കാണ്. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? തയ്യാറെടുപ്പുകൾ എവിടെ വരെ? ഗോകുൽ, എല്ലാ ഒരുക്കങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സും 24-ഉം സംയുക്തമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ വനിതകളെ അവരുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു രാത്രി മാത്രമല്ല, എല്ലാ രാത്രികളും എല്ലാ ദിവസവും അവർക്കും ഒരുപോലെ തന്നെ അവകാശപ്പെട്ടതാണ് എന്ന് തെളിയിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ തയ്യാറാക്കിയിരിക്കുന്നത്. 9 മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫ്ലവേഴ്സ് MD-യും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ, ഫ്ലവേഴ്സ്
എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാം സുന്ദർ തുടങ്ങി നിരവധി തടക്കിലുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേരാനിരിക്കുന്നത്. 9 മണിക്ക് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതിനു ശേഷം ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് പിന്നീട് മഹാരാജാസിലൂടെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരുക, ഈ ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഇവർ ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണുമായി പോകുന്നത്. 2 വിഭാഗങ്ങളിലായിട്ടാണ് ഇത് നടക്കുക. 15 മുതൽ 30 വയസ്സ് വരെയുള്ളത്, 30 വയസ്സിന് ശേഷമുള്ള ഈ രീതിയിലായിരിക്കും പിങ്ക് മിഡ് നൈറ്റ് റൺ നടക്കുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കീർത്തന കേശവൻ കൂടി ചേരുന്നുണ്ട്. കീർത്തന, എങ്ങനെയാണ് ഈ മിഡ് നൈറ്റ് റൺ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്? അതിന്റെ റൂട്ട്, അതിന്റെ സജ്ജീകരണങ്ങൾ എങ്ങനെ? യെസ്, എന്തായാലും ഗൂഗിൾ ആൻമരിയെ സൂചിപ്പിച്ച പോലെ എല്ലാ ഒരുക്കങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ മത്സരാർത്ഥികൾക്കായി അതിന്റെ റൂട്ട് മാപ്പ്, ഒപ്പം അവർ പാലിക്കേണ്ട കുറച്ച് നിബന്ധനകൾ അതുകൂടി ഇപ്പോൾ നമ്മൾ പറയാം. ഇപ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന പോലെ ഒരു ജേഴ്സി അവർക്ക് ഇവിടുന്ന് നൽകിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ അവിടെ പുരോഗമിക്കുകയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 2.5 കിലോമീറ്റർ കഴിഞ്ഞ് ഹൈക്കോടതി ജംഗ്ഷൻ വഴി തിരികെ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് അവർ എത്തിച്ചേരണം. ഒപ്പം ഇവർ പോകുന്ന വഴികളിലെല്ലാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു പിങ്ക് റിസ്റ്റ് ബാൻഡ് നൽകും. അത് ഈ ഹൈക്കോടതി ജംഗ്ഷൻ 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടുന്ന് മാറി അത് പച്ച റിസ്റ്റ് ബാൻഡ് ആക്കി മാറ്റണം. ഈ 2 ബാൻഡുകളും ഇവർ തിരികെ എത്തുമ്പോൾ അവരുടെ കയ്യിലുണ്ടാവണം. അല്ലാത്ത പക്ഷം അവരെ ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ നിന്നും അയോഗ്യരാക്കും. ഒപ്പം ഇവർക്ക് വേണ്ട എല്ലാ അടിയന്തര സഹായവും അടിയന്തര വൈദ്യസഹായവും നമ്മൾ പോകുന്ന എല്ലാ റൂട്ടിലും ഒരുക്കിയിട്ടുണ്ട്. മത്സരാർത്ഥികൾ അറിയാൻ വേണ്ടി പറയുകയാണ്. അവർക്ക് വേണ്ട എനർജി ഡ്രിങ്ക്സ്, അത്യാവശ്യം ഹൈഡ്രേഷൻ പോയിന്റ്സ് നമ്മൾ ഓരോ സ്റ്റോപ്പുകളിലും നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ മത്സരാർത്ഥികൾക്ക് ഈ പിങ്ക് മിഡ് നൈറ്റിന് എത്തുന്ന ഒരു ആൾക്കും അനുഭവപ്പെടാൻ പാടില്ല. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് 24ഉം ഫ്ലവേഴ്സും ചേർന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗോകുൽ. ശരി കീർത്തന, ഇനി വീണ സനുവിലേക്കാണ്. വീണ, ഒരുക്കങ്ങൾ, ഒപ്പം വലിയ ആൾക്കൂട്ടം അവിടെ ദൃശ്യമാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്ട്രേഷനൊക്കെ ആളുകൾ ധാരാളമായി എത്തുന്നുണ്ടോ? ഗോകുൽ, വനിതാ ദിനത്തോടനുബന്ധിച്ച് 24ഉം ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പിങ്ക് മിഡ് നൈറ്റ് റൺ അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇരുട്ടാകും തോറും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാവുന്നതാണ്, വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. 1500-ലധികം ആളുകൾ ഇതിനോടകം തന്നെ ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഇത്തവണ മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാത്രി 9 മണിക്ക് വ്യവസായ മന്ത്രി P രാജീവ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഇത്തവണത്തെ മിഡ് നൈറ്റ് റൺ തുടക്കമാവുകയാണ്. 2 കാറ്റഗറികളിലായിട്ടാണ് ഇത്തവണ മിഡ് നൈറ്റ് റൺ ഒരുക്കിയിട്ടുള്ളത്. അതായത് 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കും ഒപ്പം 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളായിട്ടാണ് ഇത്തവണ മിഡ് നൈറ്റ് റൺ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിജയികളെ കാത്തിരിക്കുന്നത് ഇവിടെ ആകർഷകമായ സമ്മാനങ്ങളുമാണ്. ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ 1500-ലധികം വനിതകളാണ് ഇത്തവണ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. ഇരുട്ടാകും തോറും ധാരാളം വനിതകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഒരുപാട് സ്ത്രീകൾ ഇതിനോടകം തന്നെ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പെൺകരുത്തിന്റെ പ്രാധാന്യവും സ്ത്രീ സമത്വവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതിനായി പലതരം പരിപാടികൾ നടക്കാറുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ ലോകമെമ്പാടും ഏതായാലും ആവേശകരമായി പിങ്ക് മിഡ് നൈറ്റ് റൺ ഏറ്റെടുക്കുകയാണ് കൊച്ചി. വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറുകളിൽ സ്ത്രീകളുടെ ഒഴുക്കുണ്ട്. ഏതായാലും ഈ രാത്രി ആഘോഷമാക്കുകയാണ്. ആവേശത്തോടുകൂടി മിഡ് നൈറ്റ് റണ്ണിന്റെ ഭാഗമാകാൻ ആയിരങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ നിലയിലാണ് ഇപ്പോഴത്തെ തന്നെ പ്രതികരണം. ഏതായാലും 9 മണിക്കാണ് 24 ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുകയാണ്.